വയനാട്ടിലെ മുസ്ലിം വോട്ടുകൾ നേടുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ നേതാവല്ല, മുസ്ലിം സമൂഹത്തിന്റെ മാത്രം നേതാവായി മാറിയിരിക്കുകയാണ്. BJP ദേശീയ വക്താവായ പ്രദീപ് ഭണ്ഡാരി പറഞ്ഞ വാക്കുകളാണിത്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി മാത്രമാണ് കാണുന്നത്. ഇന്ത്യ സഖ്യം പൂർണ്ണമായും തകർന്നതിന്റെ തെളിവാണ് പ്രിയങ്കയുടെ വയനാട്ടിലെ മത്സരമെന്നും വർഗീയ രാഷ്ട്രീയം കളിക്കുന്നവരും ഭരണഘടനാ വിരുദ്ധരും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്നും ഭരണഘടനയിലാണ് BJP എന്നും വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വയനാട്ടിലെ മുസ്ലിം വോട്ടുകൾ നേടുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ നേതാവല്ല, മുസ്ലിം സമൂഹത്തിന്റെ മാത്രം നേതാവായി മാറിയിരിക്കുകയാണ് എന്നും വയനാട്ടിലെ ജനങ്ങൾ വികസന രാഷ്ട്രീയം തിരഞ്ഞെടുക്കുമെന്നും പ്രീണന രാഷ്ട്രീയം തള്ളിക്കളയുമെന്നുമാണ് വിശ്വാസമെന്നും പ്രിയങ്ക സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ച കാര്യത്തിൽ പാർട്ടി കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് എന്നും പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. അതേസമയം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന റാലികളിൽ രാഹുൽ ഗാന്ധി BJPക്കെതിരെ തുടർച്ചയായി നടത്തുന്ന നുണപ്രചരണങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് BJP. സംസ്ഥാനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും BJP ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നും രാഹുൽ നുണപ്രചരണം നടത്തുകയാണ് എന്നും BJPയുടെ പരാതിയിൽ പറയുന്നു. നവംബർ 6-ന് മഹാരാഷ്ട്രയിൽ രാഹുൽ നടത്തിയ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ പരാതി നൽകിയിരിക്കുന്നത്. BJP നേതാവായ അർജുൻ റാം മേഘ്വാൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. രാഹുൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വീണ്ടും നുണപ്രചരണങ്ങൾ നടത്തുകയാണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനാണ് രാഹുലിന്റെ ശ്രമം നടക്കുന്നത്. ഭരണഘടന ഉയർത്തിക്കാട്ടി BJP ഭരണഘടനയെ തകർക്കാൻ പോവുകയാണ് എന്നും വീണ്ടും വീണ്ടും നുണ പറയുന്നു. ഇത് തെറ്റായ പ്രവണതയാണ്. രാഹുൽ ഇത്തരത്തിൽ നുണ പറയുന്നത് പതിവായിരിക്കുകയാണ്. പല തവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും രാഹുൽ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നും ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 353 പ്രകാരം രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഭരണഘടനയെ തകർക്കാൻ BJPയും RSSും ശ്രമിക്കുകയാണെന്നാണ് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ പറയുന്നത്. മഹാരാഷ്ട്രയിൽ വരേണ്ട ആപ്പിൾ ഐഫോൺ നിർമ്മാണ കമ്പനിയും ബോയിങ് വിമാന കമ്പനിയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോയി എന്നാണ് രാഹുൽ പറയുന്നത്. മഹാരാഷ്ട്രയിലെ യുവാക്കളോട് രാഹുൽ നുണ പറയുകയാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വലിയ വെല്ലുവിളിയാണിത്. അസത്യങ്ങളും നുണകളും മാത്രം നിറഞ്ഞ പ്രസംഗങ്ങളാണ് രാഹുൽ നടത്തുന്നത്. വലിയ അപകടമാണിത്. സംസ്ഥാനങ്ങൾക്കിടയിൽ ശത്രുവും വിദ്വേഷവും വളർത്തുക എന്ന ലക്ഷ്യത്തിലാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യഥാർത്ഥത്തിൽ 2024-25 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസത്തിനായി ആകെ 70,795 കോടി രൂപ സ്വീകരിച്ചത്. ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ മഹാരാഷ്ട്ര 1-ാം സ്ഥാനത്താണുള്ളത്. BJPക്കെതിരെ നിരന്തരമായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് രാഹുൽ പറയുന്നതും. സ്ഥലങ്ങളുടെയും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് രാഹുൽ നോക്കുന്നത്. തിരഞ്ഞെടുപ്പ് എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും BJP ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി രാഹുൽ പയറ്റുന്ന തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാം നടക്കുന്നത്. രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കി കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കാനാണ് ശ്രമം നടത്തുന്നതും. അതിന്റെ തൽഫലമായി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും മനസ്സിൽ BJPയോടുള്ള വിദ്വേഷത്തിന്റെ വിഷം കുത്തിനിറയ്ക്കുകയുമാണ് ഇതിലൂടെയൊക്കെ രാഹുൽ ഗാന്ധി ലക്ഷ്യം വയ്ക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.